എല്ലാവർക്കും സ്വാഗതം. Edu Skills പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു തംസ് അപ്പ് ഒക്കെ തരിക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ലിസണിങ്ങും റീഡിങ്ങും ഓക്കെ ആയിട്ടുണ്ട്, ഏകദേശം കുഴപ്പമില്ലാണ്ട് സ്കോർ ഉണ്ട്. പക്ഷേ റൈറ്റിംഗ് എനിക്ക് ശരിയാവുന്നില്ല. ഞാൻ വീഡിയോസ് എല്ലാം കണ്ട് അല്ല, വീഡിയോസ് എല്ലാം കാണാതെ ഇപ്പൊ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാ ദിവസവും 5 മണിക്ക് പോസ്റ്റ് ചെയ്ത് അത് മാത്രം കണ്ടാലും റൈറ്റിംഗിന്റെ ഒരു 80% ആവും. പിന്നെ ആ പാരഗ്രാഫിന്റെ ഉള്ളിലുള്ള സെന്റൻസ് കേസ് നോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാകാനുള്ളൂ. പിന്നെ അതിനുള്ളത് ജേവ് തോംസൺ എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു 7 സ്റ്റെപ്പും കണ്ടിട്ടുണ്ട് റൈറ്റിംഗിന്റെ. ആ 7 സ്റ്റെപ്പും കൂടെ കണ്ട് അത്രയും കണ്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിരിക്കുന്ന അഡ്രസ്സ് മാത്രമാണ്, കൃത്യമായിട്ട് അഡ്രസ് എങ്ങനെ എഴുതാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 3 കേസ് നോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ ബുക്കിന്റെ 3 പേജിലോ അല്ലെങ്കിൽ 3 ഷീറ്റോ എടുത്ത് വെച്ചിട്ട് ഈ അഡ്രസ് മാത്രം ആ വീഡിയോ കണ്ട് അതുപോലെ എഴുതണം. അപ്പൊ നിങ്ങൾ എവിടെയാന്ന് പോയി കണ്ടുപിടിക്കണമല്ലോ, അഡ്രസ് എവിടെയാ ഉള്ളത് കേസ് നോട്ടിൽ, അത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. അടുത്ത ദിവസം എന്താണ് സല്യൂട്ടേഷനും റിയലൈനും ഇങ്ങനെയുള്ള ബർത്ത് ഡേറ്റും ഒക്കെയാണ്. അത് 3 മാത്രം ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ കേസ് നോട്ടിൽ പോയി തപ്പി കണ്ടുപിടിക്കണമല്ലോ എവിടെ ചെയ്തുള്ളതെന്ന്. അടുത്ത ദിവസം ഇപ്പൊ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ പർപ്പസ്, വിശദമായിട്ട് പർപ്പസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത് റെഫറൻസ് ആണെങ്കിൽ എങ്ങനെയാ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ട്രാൻസ്ഫർ ലെറ്റർ ആണെങ്കിൽ എങ്ങനെയാ ചോദ്യം, ആ ചോദ്യങ്ങൾ എഴുതി ഐരാവത്തയോ ഓട്ടയോ സൈക്കിളോ ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു പർപ്പസ്, ഈ 3 എണ്ണത്തിൽ ഒരേ പർപ്പസ് എഴുതുക. അപ്പൊ അടുത്ത ഇനി പാരഗ്രാഫിനെ കുറിച്ച് വരും, ബോഡി പാരഗ്രാഫ്, അന്ന് അത് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എഴുതി പോകുമ്പോഴത്തേനും 3ഓ 5ഓ നിങ്ങൾക്ക് സമയമുള്ള പോലെ 4ഓ 5ഓ ലെറ്റർ ഉറപ്പായി, ഒരു മിസ്റ്റേക്കും ഇല്ല. അത് കഴിഞ്ഞ് അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 2ഓ 3ഓ എപ്പിസോഡ് ഞാൻ ഇടും, വീഡിയോ ഇടും, ചെറിയ വീഡിയോസ്. ആ മിസ്റ്റേക്സുകളെല്ലാം നിങ്ങൾ ഒന്നോടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്സ്, സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ, OET ചെയ്യാൻ പറ്റാവുന്ന മിസ്റ്റേക്കുകളെല്ലാം അതിന്റെ ക്ലാരിഫിക്കേഷൻസ് വീഡിയോസിൽ ഇടും കേട്ടോ. പിന്നെ അത് പഠിപ്പിക്കും. ഇതിനകത്ത് ഇപ്പൊ അതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് വരും. നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റെപ്പായിട്ട് ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോകും. ഇപ്പൊ ഡേ 1 പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ കണ്ടു, അത് കണ്ടിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടന്റിലോട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത്. ഞാൻ എഴുതാൻ ശ്രമിക്കുമ്പോ കണ്ടന്റിലോട്ട് വരുമ്പോ പ്രശ്നം, അത് കോമ്പറ്റൻസിയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം എന്താ, നിങ്ങൾ ഒരു കേസ് നോട്ട് എടുത്തു വെക്കണം. എന്നാ പറയണേ, ലേണർ രാമമൂർത്തി ഡേറ്റ് DOB അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടെ ഒരു DOB ഇത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒരു സെന്റൻസ് ആക്കണം. അതിന് മുമ്പിൽ തന്നെ എഴുതി വെച്ചാലും മതി സ്ഥലം ഉണ്ടെങ്കിൽ. ലേണർ രാമമൂർത്തി വാസ് ബോൺ ഓൺ ദിസ് ഡേറ്റ്. അടുത്തത് ന്യൂമോണിയ എന്ന് വല്ലതും കൊടുത്തിട്ടുണ്ട്, വാസ് അഡ്മിറ്റഡ് വിത്ത് ന്യൂമോണിയ, ഒരു സെന്റൻസ്. ലേണർ രാമമൂർത്തി വാസ് അഡ്മിറ്റഡ് വിത്ത്. അങ്ങനെ സിമ്പിൾ സെന്റൻസ് ഓരോ കേസ് നോട്ട്, റെലവന്റ് ആയിക്കോട്ടെ ഇറലവന്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ആ കേസ് നോട്ട് നിറയെ സിമ്പിൾ സെന്റൻസുകൾ എഴുതുക. മനസ്സിലായോ? അത് കഴിഞ്ഞ് ആ 2 സെന്റൻസുകൾ ഒരുമിച്ചാക്കാൻ പറ്റുമോ നോക്കുക, ഒരു ആൻഡൊക്കെ ചേർത്ത്. മനസ്സിലായോ? പിന്നെ ഞാനത് കൃത്യം കാണിച്ചു തന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ 3 സെന്റൻസ് ചേർത്ത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം കോമ്പറ്റൻസി വരണമെങ്കിൽ. അപ്പൊ നിങ്ങൾ അതൊരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത്, ഈ സെന്റൻസ് എഴുതി കഴിഞ്ഞ ഒരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ ചുമ്മാ എഴുതുക സ്റ്റോറി ആയിട്ട്, ഇല്ലെങ്കിൽ മലയാളത്തിൽ ഒന്ന് എഴുതി നോക്കുക ഇന്ന സ്റ്റോറി. അപ്പൊ ഇത് ഡോക്ടറോട് പറയണേ ഇന്ന കാര്യം എല്ലാം പറയണോ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതങ്ങ് സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ തന്നെ, അങ്ങനെയാണ് കോമ്പറ്റൻസി വരുന്നത്. ഇതെന്നാന്ന് പറയാം, ആദ്യം എഴുതാൻ തുടങ്ങും, പിന്നെ എവിടെയാ കോമ്പറ്റൻസി വരുന്നത്? തുടങ്ങുന്നത് ലെറ്റർ എഴുതാൻ. ഇപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്നാൽ ആദ്യം കേസ് നോട്ട് ഇതങ്ങ് തരുമോ, കേസ് നോട്ട് തരുമോ, എഴുതിക്കൊള്ളാൻ പറയുക. എന്തെന്ന് എഴുതാന് വല്ലതും കോപ്പി അടിച്ചു വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇതുപോലെ തന്നെ കോമ്പറ്റൻസി ഡെവലപ്പ് ചെയ്യണം. അത് ഞാൻ എന്നാ പറയണേ, കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം ഇതാണ്, നിങ്ങൾ വീഡിയോ കണ്ടത് കൊണ്ട് കാര്യമില്ല, കണ്ടിട്ട് അത് എഴുതി വെച്ചിട്ട് അതനുസരിച്ച് ഉടനെ പ്രാക്ടീസ് ചെയ്യണം, മറന്നു പോകുന്നതിന് മുമ്പ്. എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഫാദർ. ഞാൻ വീഡിയോസ് കണ്ട് എഴുതി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ റൈറ്റിംഗ് പറ്റത്തില്ല. റൈറ്റിംഗ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ 7 സ്റ്റെപ്പ് ഇട്ടെങ്കിലും കഴിഞ്ഞ സെമിനാറിന്റെ ഇത് എഡിറ്റ് ചെയ്യാൻ എളുപ്പമല്ല. 8 മിനിറ്റത്തെ ആ അഡ്രസ്സിന്റെ മാത്രം വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് 5.5 മണിക്കൂർ എടുത്തു. 5.5 മണിക്കൂർ. കാരണം അതെന്നാന്നറിയോ, ക്യാമറയ്ക്കകത്ത് PPT കിട്ടൂല. കാരണം ക്യാമറ ലൈറ്റ് കാരണം PPT കാണത്തില്ല. ഓഫ്ലൈൻ സെമിനാർ നടന്ന അത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ക്യാമറയിൽ നിന്ന് സോഴ്സ് എടുക്കണം, സൂം നടന്ന ഓൺലൈൻ സോഴ്സ് എടുക്കണം, അതിന്റെ കൂടെ PPT എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അത് അവിടെ ആഡ് ചെയ്യുകയും ചെയ്യണം. എളുപ്പ പണിയല്ല. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഒരു സോഴ്സേ ഉള്ളൂ സൂമിന്റെ. അപ്പൊ 3 സോഴ്സും കൂടെ ക്ലബ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. എന്നാലും ഞാൻ ഈ കഷ്ടപ്പെടാന്ന് വെച്ചത് ഇതേ ഉള്ളൂ, കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് അഡ്രസ്സ് മാത്രം ഒരു ദിവസം പഠിപ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോയില്,
അതിനെനിക്ക് മൊത്തം PPT ഉണ്ടാക്കാനും ക്ലാസ് എടുക്കാനും ഇതിനൊക്കെ അഡ്രസ് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ എനിക്ക് 10 മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട്. 10 മണിക്കൂർ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ 10 മണിക്കൂർ ഒരു അഡ്രസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമോ? നിങ്ങൾ 5 മണിക്കൂർ ഉപയോഗിക്കുമോ? 1 മണിക്കൂർ ഉപയോഗിക്കുമോ? അതിനകത്ത് പലരും കമന്റ് സ്പേസിൽ ഇട്ടിട്ടുണ്ട്, അയ്യേ ഇത് അഡ്രസ് മാത്രമുള്ളല്ലോ. ആക്ച്വലി ഫാദർ, എനിക്ക് നമ്മുടെ അന്നത്തെ സെമിനാറിന്റെ ഒരു ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ എനിക്ക് പറ്റിയില്ല, എനിക്ക് ഡ്യൂട്ടി കാരണം. ആക്ച്വലി അതുകൂടി ഫസ്റ്റ് ഡേ ആയി വന്നോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ കൃത്യമായിട്ട് ഒരു നിമിഷം പോലും ഇടാതെ ഇപ്പൊ എപ്പിസോഡായിട്ട് വന്നോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയും വരുന്നുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഡേ പഠിപ്പിച്ച കാര്യങ്ങൾ. ഇതെല്ലാം ഫസ്റ്റ് ഡേ പഠിപ്പിച്ച കാര്യങ്ങൾ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്, ആദ്യത്തെ 5-6 എപ്പിസോഡ്. ഫാദർ, എന്തായാലും നമുക്ക് പറ്റും എന്നുള്ളത് ഫാദറിന്റെ വീഡിയോസ് കണ്ടേ പിന്നെ മാത്രമേ എനിക്ക് ശരിക്കും ലിസണിങ് റീഡിംഗ് ഒക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ നല്ല സ്കോർ വരുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. അത് എത്രയോ പേര് ഇവിടെ തന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അറിയും, അയ്യോ എനിക്ക് 6 ബിയിൽ 1 കിട്ടുന്നുള്ളൂ, മാക്സിമം 2 കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ സിയിൽ കിട്ടുന്നേ ഇല്ല. അവസാനം മോക്ക് ടെസ്റ്റ് വരുമ്പം മിക്കവരും 35 മുകളിലാണ് സ്കോർ. കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയവരുടെ എല്ലാം സ്കോർ 34, 35 ആ റേഞ്ചിനായിരുന്നു മുകളിലേക്ക്. അതായത് ലിസണിങ് റീഡിങ്ങും ഡെയിലി ഡിസ്കഷൻസ് ഭയങ്കര ഉപകാരമാണ് നമുക്ക്. ഡെയിലി ഡിസ്കഷൻസ് വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് സ്ട്രാറ്റജീസ് ഒന്നുകൂടി നമുക്ക് മനസ്സിലാകും. ഒന്നുകൂടി അത് ഊന്നൽ കൊടുത്ത് പറയുമല്ലേ. അപ്പൊ നമ്മള് അത് വെച്ചിട്ട് പിന്നെയും പഠിക്കും. അപ്പൊ അത് വെച്ചിട്ട് റീഡിങ് ഓക്കെ ആവും. റീഡിങ് പാർട്ട് 1, പാർട്ട് B, C ഒക്കെ അതുവഴി മാത്രമാണ് എനിക്ക് റെഡി ആയത്. അതുവരെ എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫാദർ, താങ്ക് യു സോ മച്ച് ഫാദർ. അപ്പൊ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഈ നിങ്ങളെ പോലെയുള്ള ആസ്പിറൻസ് തന്നെയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി ഹൈലൈറ്റ് ചെയ്ത് ഈ ഡിസ്കഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ അഡ്മിൻസിനോട് പറഞ്ഞിട്ട് വല്ലപ്പോഴും ഞാൻ പറഞ്ഞ എല്ലാവരും കൂടുവാണെങ്കിൽ നിങ്ങൾ ഒരു 3 മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഡിസ്കഷൻ ലീഡ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ഇവരിപ്പോ ആഴ്ചയിൽ ഒന്നും എടുക്കേണ്ടതേ, അവർക്ക് സമയം കിട്ടുമല്ലോ ഒത്തിരി. അപ്പൊ എല്ലാവർക്കും ആയിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. ഇതിപ്പോ മാത്രമല്ല, അന്നേരം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ പിന്നെ പോയി കേൾക്കാമല്ലോ. അപ്പൊ എല്ലാവരും ചോദ്യം ചോദിക്കുക, ഞാൻ പ്ലാറ്റ്ഫോമിന് വേണ്ടി എന്ത് എനിക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഉത്തരം എനിക്ക് എപ്പോഴും തരാൻ താല്പര്യപ്പെടുക. ഞാൻ എഡ്യൂ സ്കിൽസിന് വേണ്ടി, എഡ്യൂ സ്കിൽസ് എന്റെ അല്ല നമ്മുടേതാണ്, ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ചെയ്യുന്നതിന് 10 മടങ്ങ് തിരിച്ച് ഞാൻ തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ, അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഇപ്പൊ അഡ്മിൻസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, സപ്പോർട്ട് ഗ്രൂപ്പിലുള്ളവർ എപ്പോൾ അവർക്ക് സ്പെഷ്യൽ സെഷൻ വേണമെന്ന് പറഞ്ഞാലും ഏത് സെഷൻ വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും നോ പറയലെന്ന് അഡ്മിൻസിനോട് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ വേണേലും വെച്ചോ, ഡേറ്റ് മാത്രം ചിലപ്പോൾ എനിക്ക് അങ്ങോട്ടും മാറ്റേണ്ടി വരും ചിലപ്പം, പക്ഷെ ഞാൻ തന്നിരിക്കും. ഒരാഴ്ച വെച്ച് ആ ആഴ്ച തന്നെ തന്നിരിക്കും. അപ്പം കാരണം അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, അത് എന്റെ ഒരു വീക്ക്നെസ് ആണ്. എംപവർ ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ സഹായിച്ചു പോകും. ഓക്കെ ഫാദർ, താങ്ക് യു ഫാദർ. വെൽക്കം. ഫാദർ, ഞാൻ പ്രിയ തോമസ് ആണ്. ഞാനോട് പറഞ്ഞോട്ടെ, എനിക്ക് ഭയങ്കര ഹെസിറ്റേഷനാണ് സംസാരിച്ചു തുടങ്ങിയത്, അതാണ് പ്രശ്നം. ഞാനും കുറച്ചായി ആക്ച്വലി ഗ്രൂപ്പിൽ, എനിക്കും അറിയത്തില്ല എന്നെ ആരാ ആഡ് ചെയ്തതെന്ന്. ടെലഗ്രാം ഗ്രൂപ്പിൽ കുറച്ചുനാൾ ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് ഗ്രൂപ്പിലിരുന്ന് എന്താണെന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്, കുറെ എന്തൊക്കെയോ മെസ്സേജുകൾ വരുന്നു, എവിടെ തുടങ്ങണം എങ്ങനെയാണെന്നൊന്നും അറിയിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കോച്ചിങ് ട്രെയിനിൽ പുതിയ ബാച്ച് തുടങ്ങി, ഇപ്പം അതിനകത്ത് അസൈൻമെന്റുകളൊക്കെ വന്നു തുടങ്ങി, പിന്നെ ഫാദേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഇൻവോൾവ് ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പം എനിക്ക് OET കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇതിലേക്ക് വരുന്നത്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പം ആരോ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, അങ്ങനെയാണ് ഞാൻ പിന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ടു തുടങ്ങിയത്. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം ഓരോ സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ അതിനു മുമ്പ് വേറെ 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിനകത്തും എവിടെയും റീഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ലിസണിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ആരും ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. കുഞ്ഞു പിള്ളേർ അല്ല, സ്ട്രാറ്റജീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അപ്പം അതിന് ഞാൻ തന്നെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്, ഫാദർ ബിയും സിയും ഒന്നും ചെയ്യാൻ അറിയത്തില്ല, ഞാൻ വായിക്കുന്നത് അല്ല അവര് ഉദ്ദേശിക്കുന്നത് ആയിരിക്കത്തില്ല ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഇപ്പൊ കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി നമ്മൾ തന്നെ പഠിക്കുകയാണ്. കാരണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പിന്നെയും പല സ്ട്രാറ്റജീസ് അതിനകത്ത് ചെയ്ത് നമ്മൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത്, അപ്പം ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്.
അപ്പൊ എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളൂ. എല്ലാരും എന്താ പറയുക, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പങ്കെടുക്കുന്നത് നമ്മുടെ തന്നെ കോമ്പറ്റൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫാദർ. അതുപോലെ തന്നെ എല്ലാ അഡ്മിൻ മെമ്പേഴ്സിനും ഒത്തിരി താങ്ക് യു. നിങ്ങൾ ഇടയ്ക്ക് കോമ്പറ്റൻസി ഇമ്പ്രൂവ് ആവുന്നതിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വന്നാൽ മതി, അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരും. അതിന് ഒത്തിരി എന്നാ പലർക്കും പല സൈസ് വാദം ഒന്നാണെങ്കിലും പല സൈസ് മരുന്നാണ് അയക്കുന്നത്. അപ്പം പല സൈസ് മരുന്നുകളുണ്ട്, കുറുന്തോട്ടിയുണ്ട്, തൊട്ടാവടിയുണ്ട്, അങ്ങനെ പലതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഓരോന്ന് തരുന്നതായിരിക്കും. ഫാദർ, ലെറ്റർ എഴുതുമ്പോ ഗ്രാമർ ശരിക്കും കിട്ടുന്നില്ല, ഗ്രാമർ എഴുതാനായിട്ട്. അതിനാ ഞാൻ പറഞ്ഞ ഈ ഗ്രാമറേ നമ്മള് മലയാളിയാണല്ലോ അല്ലേ? എത്ര വയസ്സായപ്പോ മലയാളം പറയാൻ തുടങ്ങിയപ്പോ എത്ര വയസ്സായി കാണും? അത്യാവശ്യം പറയാൻ തുടങ്ങിയപ്പോ 33 വയസ്സായി. അല്ലല്ല, ഇപ്പഴല്ല, അത്യാവശ്യം മലയാളം പറഞ്ഞു തുടങ്ങിയപ്പോ ഒരു 4 വയസ്സിലൊക്കെ പറഞ്ഞല്ലേ? 4 വയസ്സിലോ 5 വയസ്സിലോ? അതിന് മുമ്പ് മലയാളത്തിന്റെ എന്തോരം ഗ്രാമർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു? പപ്പായും മമ്മി ഇങ്ങനെ 3:30 വിളിച്ചോണ്ടിരുത്തി പറയും ഗ്രാമർ ക്ലാസ് എടുത്ത് തന്നാർന്നോ? ഇല്ല. ആരെങ്കിലും ഗ്രാമർ ക്ലാസ് എടുത്താർന്നോ മലയാളം പറയുന്നതിന് മുമ്പ്? ഇല്ല. അപ്പം ഏതൊരു ഭാഷയുടെയും പ്രത്യേകത ഇതാണ്, ഭാഷ നമ്മൾ കേട്ടും ഉപയോഗിച്ചുമാണ് ഗ്രാമർ പഠിക്കുന്നത്. ഗ്രാമർ കേംബ്രിഡ്ജ് ഞങ്ങളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് പറയുക, ഗ്രാമർ ഒരിക്കലും പഠിപ്പിക്കരുത്. ഗ്രാമർ എന്ന് പറയുന്നത് വാക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതായത് നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ ഗ്രാമർ തന്നെ വരുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സിമ്പിൾ സെന്റൻസ് എഴുതാലോ നമുക്ക്, അങ്ങനെ എഴുതി പഠിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഈ ഗ്രാമർ അതിന്റെ കൂടെ വരുന്ന, പിന്നെ ഗ്രാമർ ഞാൻ റൈറ്റിംഗിന്റെ ഒക്കെ ഗ്രാമർ കൃത്യമായിട്ട് സെഷൻ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെഷൻ എടുക്കും, അല്ലാണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഗ്രാമറുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ സിൻടാക്സ്, ടൈം ലൈന് എല്ലാം അടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കാം. ബിഗിനർ ആയിരിക്കും. എന്റെ മോളെ ബിഗിനറാന്ന് പറഞ്ഞിട്ട് ബിഗിനറായി കയറി 3 ദിവസം കഴിയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ OETക്ക് നാണം കേടാവൂലേ? അല്ലേ? OET നാണം കെടുത്തരുത് കേട്ടോ. മെല്ലെ ശാന്തമായിട്ട്. അതാ പറഞ്ഞ ക്ഷമയില്ല എന്ന് പറഞ്ഞ അതാണ് ആദ്യത്തെ ചാലഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ കുറവാണ്. എനിക്കിപ്പൊ തന്നെ കിട്ടുന്നത് എല്ലാം അല്ലേ? അത് ഈ ചന്ദ്രനെ അമ്മച്ചിയോട് ചന്ദ്രനെ വേണമെന്ന് പറയുന്ന പോലെയാ. എനിക്ക് ചന്ദ്രനെ പിടിച്ചതാ അല്ലെങ്കിൽ സൂര്യനെ പിടിച്ചതാന്ന് പറയുന്നത് കൊച്ചിനെ പോലെയാ. അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ശാന്തമായിട്ട് ക്ഷമയോടുകൂടി OETക്ക് വേണ്ടി പഠിക്കേണ്ട ഇംഗ്ലീഷ് നല്ലപോലെ പഠിച്ച് ഫ്ലുവന്റ് ആയിട്ട് ജീവിതത്തിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുക. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കരുത്. ഞാൻ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പറയുന്നതാണ്. ഓരോരുത്തരൊക്കെ ഡിമോട്ട് ചെയ്യപ്പെട്ട, ഈ കഴിഞ്ഞിടയ്ക്ക് ഡിമോട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുണ്ട് UK-ല്. അതായത് അവളുടെ കമ്മ്യൂണിക്കേഷൻ തീരെ പോറാണ്. OET പഠിച്ചെന്നാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പോറാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. ഭാഷ അതുകൊണ്ട് നിങ്ങൾ ഭാഷയ്ക്ക് വേണ്ടി പഠിക്കുക, OETക്ക് വേണ്ടി പഠിക്കാതിരിക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പൊ ഉള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ആര്യൊക്കെ എക്സാം ഒക്കെ പാസ്സായ അഡ്മിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെന്തിനാ ഈ മുഴുവൻ സമയം ഇവിടെ? നിങ്ങൾ വരുന്നതിന് മുമ്പ് 9:55 ആയപ്പോ, അത് തന്നെയല്ല ലിസ്റ്റ് ഉണ്ടാക്കാനും കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു ബാച്ചിന് വേണ്ടി കഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇന്ന് 9:45 ആയപ്പോ 9:50 ആയപ്പോ മുതൽ കയറിയിരിക്കുന്നു. ഇതുവരെ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് OET പഠിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. OET പഠിച്ച് പാസ്സായവരാണ്. അപ്പൊ അവരിയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അവർക്ക് ഇതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. കാരണം OET നല്ല മാർക്കും കിട്ടിയ അവർ പാസ്സായവരാണ്. അവർ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോവും, ഉടനെ മറന്നു പോവും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പേര് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് പോയ ലെല്ലുമോളാണേലും അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ പോയ ഒരു മാസം 2 മാസത്തിന്റെ ഇടയ്ക്ക് പോയ 10-15 പേരുണ്ട് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവര്, എംപവർ ഗ്രൂപ്പിൽ അല്ലാതെയൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇച്ചിരിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് സന്തോഷമാവും. അവരൊരു നോട്ടീസ് ഇടുമ്പോൾ അതിനൊരു മറുപടിയോ ഒരു താങ്ക്സോ ലെറ്ററോളോ ഒക്കെ കൊടുക്കുക. അതൊക്കെ മനുഷ്യരല്ലോ നമ്മളെല്ലാവരും അല്ലേ? അവരൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എളുപ്പമല്ലെന്ന്. കുറെ നീണ്ട നോട്ടീസൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ വരണ്ടേ? അപ്പം നിങ്ങൾ അവർ കാണുന്നില്ലെങ്കിലും പുഞ്ചിരിച്ചോണ്ട് ഒരു പുഞ്ചിരി, ഒരു ഇമോജി ഒക്കെ ഇട്ട് കൊടുക്കുക, താങ്ക് യു ഒക്കെ പറയുക. അപ്പൊ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുക, അവർക്ക് സന്തോഷമാവും. ഒറ്റവടിക്ക് 2 പക്ഷി. ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ പറയും, എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ പറ്റിയതില്. കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് ഇതുമായിട്ട് ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര ഒരു വെറുപ്പ് തോന്നിയ ഒരു സംഭവമാണ്. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ യൂട്യൂബിനകത്താണ് കണ്ടത് ഫാദറിന്റെ വീഡിയോസ്. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് നോക്കിയത്. പക്ഷെ എന്നാൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പ്രാവശ്യം ഒരു IELTSന്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു. പക്ഷെ റീഡിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ക്ലാസ് കിട്ടിയത് റീഡിങ്ങിന്റെയാണ്. പക്ഷെ ആദ്യമേ A പാർട്ട് നോക്കിയപ്പോഴത്തേനും ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസ് കണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടാതെ
അല്ലാതെ ഇവിടെ ഓരോ മെന്റേഴ്സ് എടുക്കുന്ന വേറെ സപ്പോർട്ടേഴ്സ് എടുക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ട്രാറ്റജി മനസ്സിലായി. അന്നേരത്തിന് എ പാർട്ട് എനിക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ ബി പാർട്ട് ഞാൻ ചെയ്തു. അതിനകത്ത് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പൊ സി പാർട്ടിലെത്തി നിൽക്കുവാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനിപ്പം വീഡിയോസ് ആണ് കൂടുതൽ കാണാനായിട്ടും അതനുസരിച്ച് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന ഈ ഗ്രൂപ്പിലേക്ക് എനിക്ക് വളരെ മനസ്സിനാണ് സന്തോഷം തോന്നി. ഭയങ്കര ഒരു പീസ്ഫുൾനെസ് തോന്നി. എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് വലിയൊരു പീസ്ഫുൾനെസ് തോന്നിയത് കൊണ്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെ ഒത്തിരി പേര് OET പഠിക്കാത്തവരൊക്കെ നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുകയും ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. OET ഒരിക്കലും പഠിക്കാത്തവരും പോകാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എന്തോ ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നു. അപ്പൊ അത് ഈ ഗ്രൂപ്പിലുള്ള നന്മയുടെ ഫലമാണ്. എല്ലാവരും ചെയ്യുന്ന നന്മയുടെ പ്രതിഫലനങ്ങളാണ്. അതിനുവേണ്ടി തന്നെ OET പഠിക്കുന്നതിലുപരി അതിനുവേണ്ടി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒറ്റ കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. OET ഇങ്ങനെ പ്രേമിച്ച് സ്നേഹിച്ച് കീഴ്പ്പെടുത്തി കഷ്ടത്തിലാക്കുക എന്നൊക്കെ പറയില്ല, പറയുന്നത്. പിന്നെ അനങ്ങാൻ പിടിയല്ല. OET നമ്മുടെ കൂടെ ആയിരിക്കും. യെസ്, എന്നാ പിന്നെ നിർത്തിയാലോ. ഗോഡ് ബ്ലെസ് യു ആൾ കേട്ടോ. എനിക്ക് അടുത്ത എപ്പിസോഡ് കാര്യങ്ങളിൽ പോകണം. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. ഗോഡ് ബ്ലെസ് യു.